യുവർ മോസ്റ്റ് അൺഹാപ്പി കസ്റ്റമേഴ്സ് ആർ യുവർ ഗ്രേറ്റസ്റ്റ് സോഴ്സ് ഓഫ് ലേണിംഗ്. ബിൽഗേറ്റ്സിൻ്റെ വാക്കുകളാണ്. ഇതൊരു പക്ഷേ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇതിൻ്റെ അർത്ഥം എത്ര പേര് മനസ്സിലാക്കി എന്നുള്ളതാണ് പ്രധാനം. ഈ 2 വരിയിലുണ്ട് എല്ലാ ബിസിനസ്മാൻ്റെയും പ്രചോദനം എന്ന് പറയുന്നത്. ബിസിനസ് മേഖലയിലുള്ള ഏതൊരാൾക്കും ഒരു പാഠമാണ് ഈ 2 വരി. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ഫോക്കസ് ചെയ്യുക ആരില്ല, നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് സാറ്റിസ്ഫൈ ആയ കസ്റ്റമേഴ്സിലാണ്. വീണ്ടും നമ്മുടെ പ്രൊഡക്റ്റ് അവരിലേക്ക് തന്നെ വിൽക്കാനാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു വിഭാഗം കസ്റ്റമേഴ്സ് എവിടെയുണ്ട്? നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ വാങ്ങി സാറ്റിസ്ഫൈ അല്ലാത്ത ആളുകൾ. ബിൽഗേറ്റ്സ് സൂചിപ്പിച്ചത് നിങ്ങൾ അവരെ പറ്റി പഠിക്കുമെന്നാണ്. എന്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ അവർ സാറ്റിസ്ഫൈ അല്ല? ആ റീസൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ആ ക്വാളിറ്റി കൊണ്ടുവരാൻ കഴിയും. അതോടുകൂടി നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുള്ള കസ്റ്റമേഴ്സ് മാർക്കറ്റിൽ അവൈലബിലിറ്റി കൂടുകയാണ്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ യൂസേജ് കൂട്ടാൻ അതോടുകൂടി കഴിയും. അതോടെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് കൂട്ടാൻ കഴിയും. അപ്പം ഫസ്റ്റ് നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യണം? നമ്മുടെ പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈ അല്ലാത്ത ആളുകളുണ്ടോ അവരിൽ ഫോക്കസ് ചെയ്ത് അവരിൽ നിന്നും ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് അവർ എന്താണോ നമ്മുടെ പ്രൊഡക്റ്റിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിലേക്ക് പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്.